ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി പ്രോട്ടീൻ ബോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലഡുവാണ്. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ സീഡാണ്. അതിൻ്റെ യൂസ് റിച്ച് ഇൻ വൈറ്റമിൻ ഇ ആണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സിസമിൻ സീഡ്. അത് ഹൈ ഇൻ കാൽഷ്യം, ബോണിനെയും ടീത്തിനെയും സ്ട്രോങ് ആക്കാനായിട്ട് അത് ഉപയോഗിക്കും. നെക്സ്റ്റ് പംകിൻ സീഡ്. അത് ഗുഡ് ഫോർ ഹാർട്ട് ഹെൽത്ത് ആൻഡ് റിച്ച് ഇൻ സിങ്ക്. ലാസ്റ്റ് സീഡാണ് ഫ്ലാക്സ് സീഡ്. അത് ഹൈ ഒമേഗ 3യും ഹാർട്ടിൻ്റെയും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെയും ഹെൽത്തിനെ അത് ഇമ്പ്രൂവ് ചെയ്യും. ഈ 4 സീഡും കൂടി നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിത് റോസ്റ്റ് ആക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും ചേർക്കാറുണ്ട്. അതൊരു നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. ആ മിക്സ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആൽമണ്ട്, വാൾനട്ട്, കാഷ്യൂ ഈ ഒരു 3 നട്ട്സും കൂടി നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതും നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് ആണ്. അതിനായിട്ട് പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കുരു കളഞ്ഞിട്ടുള്ള ഡേറ്റ്സ് ഞാനൊരു 10-11 എണ്ണമാണ് എടുത്തേക്കുന്നത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് അല്ല, വഴറ്റിയെടുക്കാം. അപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. അതും നമുക്ക് ചൂടാക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമ്മൾ മുൻപ് മാറ്റി വെച്ചിരുന്ന റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സും സീഡ്സും നമുക്കെല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ടെടുക്കുന്നുണ്ട്. അത് എന്നിട്ടൊന്ന് ചൂടാറാനായിട്ട് വെച്ചതിന് ശേഷം ഡേറ്റ്സും ഈ പൗഡറും കൂടി നന്നായിട്ട് കുഴച്ച് ബോൾ രൂപത്തിലാക്കാം. ഡേറ്റ്സ് യൂസ് ചെയ്യണത് ഓപ്ഷണലാണ്. നമുക്കിത് പൗഡർ രൂപത്തിലായാലും നമുക്കിത് എടുത്ത് വയ്ക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോർണിംഗ് സ്മൂത്തിയുടെ ഒപ്പമായാലും പാലിൻ്റെ ഒപ്പമായാലും അല്ലാതെ പൗഡർ തന്നെ 1 ടീസ്പൂൺ ഡെയിലി 1 ടീസ്പൂൺ കഴിക്കുന്നതായാലും ബെറ്ററാണ്, ഹെൽത്തിന് നല്ലതാണ്.